മുത്തങ്ങ ദേശീയപാതയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുങ്ങിക്കിടന്ന യാത്രക്കാരെ രക്ഷപ്പെടുത്തി. 25ഓളം വാഹനങ്ങളിലായി 400ഓളം യാത്രക്കാരാണ് കുടുങ്ങിയത്. അഗ്നിരക്ഷാ സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെള്ളക്കെട്ട് ഒഴിവായതോടെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാത്രിയുടെ ഇരുളും കനത്ത മഴയും സമ്മാനിച്ച വെല്ലുവിളികളെ അതിജീവിച്ചാണ് മുത്തങ്ങ വനമേഖലയിൽ വെള്ളക്കെട്ടിൽ കുടുങ്ങിപ്പോയ 400ഓളം യാത്രക്കാരെ അഗ്നിരക്ഷാസേനയും വനം വകുപ്പ് അധികൃതരും പോലീസും നാട്ടുകാരും ചേർന്ന് പുറത്തെത്തിച്ചത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരെ വെള്ളക്കെട്ട് കടത്തിയാണ് രക്ഷപ്പെടുത്തിയത്. ഇന്ന് പുലർച്ചെ 12:15 തുടങ്ങിയ രക്ഷാപ്രവർത്തനം 3.5 മണിക്കൂറിലേറെ നീണ്ടു. കോഴിക്കോട് മൈസൂരു ദേശീയപാത 766-ൽ പൊൻകുഴിയിൽ വെള്ളം കയറിയതാണ് യാത്രക്കാർ വനമേഖലയിൽ കുടുങ്ങാൻ കാരണമായത്. കർണാടകയിൽ നിന്നും വരികയായിരുന്ന മലയാളികൾ അടക്കമുള്ളവരാണ് കുടുങ്ങിപ്പോയത്. വെള്ളക്കെട്ടിൽ കുടുങ്ങി ഭക്ഷണമില്ലാതെ ദുരിതമനുഭവിച്ച യാത്രക്കാർക്ക് സുൽത്താൻ ബത്തേരിയുടെ വികസനം വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഭക്ഷണവും എത്തിച്ചു നൽകി. വനം വകുപ്പിന്റെയും അഗ്നിരക്ഷാസേനയുടെയും സ്വകാര്യ വ്യക്തികളുടെയും വാഹനങ്ങളും KSRTC ബസ്സും എത്തിച്ചാണ് യാത്രക്കാരെ പുറത്തെത്തിച്ചത്. കേടായ ചില വാഹനങ്ങൾ മാത്രമാണ് മുത്തങ്ങ വനമേഖലയിൽ ഇപ്പോഴും കിടക്കുന്നത്. അത് പിന്നീട് നന്നാക്കി കൊണ്ടുപോകും. നിലവിൽ വെള്ളക്കെട്ട് ഒഴിവായതോടെ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.